ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എൻ്റെ സാക്ഷ്യം, എന്നെ കർത്താവ് നിത്യസാക്ഷിയാക്കിയ എൻ്റെ വിലയേറിയ സാക്ഷ്യം നിങ്ങളുടെ മുമ്പാകെ പറയുന്നു. യേശു നല്ലവൻ, എത്ര വലിയവനെന്നുള്ള ആ പ്രത്യാശയിൽ നമ്മൾ ആശ്രയിച്ചാൽ ദൈവം നമുക്ക് പ്രത്യക്ഷത്തിൽ നമ്മുടെ കാര്യങ്ങളെല്ലാം ദൈവത്തിലേൽപ്പിച്ചാൽ കാരുണ്യവാനായ യേശു നമ്മുടെ സമീപസ്ഥനാകുന്നു. ഹൃദയം നുറുങ്ങിയവർക്കും ദുഃഖിതർക്കും പീഡിതർക്കും യേശു എന്ന നാമം എപ്പോഴും നമ്മുടെ സമീപം നിൽക്കുന്നു. എൻ്റെ ജീവിതം അത് തെളിയിക്കുന്നു. കർത്താവേ, ഈ അവസരം തന്നതിനായി നന്ദി, കോടി കോടി നന്ദി അപ്പ. എൻ്റെ പേര് അംബിക രാധാകൃഷ്ണൻ. ഞാൻ നഴ്സിംഗ് സൂപ്രണ്ടായിട്ട് അകത്തുമുറി ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു. എൻ്റെ ദൈവത്തെക്കുറിച്ചല്ലാതെ എനിക്കിനി എൻ്റെ ഈ ജീവിതത്തിൽ ഒന്നും പറയുവാനില്ല. എൻ്റെ ദൈവം നല്ലൊരു സുവിശേഷകയായി എന്നെ ഉയർത്തണമെന്ന് നിത്യവും ഞാൻ യഹോവയോട് യാചിക്കുന്ന ഒരു യാചനയാകുന്നു. ദൈവം എന്നെ സൃഷ്ടിച്ചതും ഇതിലേക്ക് വേണ്ടിയാണെന്ന് സത്യമായി എൻ്റെ യഹോവയെ ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ 25 വർഷമായി ആസ്മ രോഗത്തിൽ നിന്റെ പിടിയിലായിരുന്നു. ആ ദുഷിച്ച പിശാച് എന്നെ പിടി കൂടിയതുകൊണ്ട് എൻ്റെ കർത്താവായ യേശുവിനെ ഞാൻ അറിയാൻ ഇടയായി. അങ്ങനെ ഹോസ്പിറ്റലിലും നിത്യവും മെഡിക്കൽ കോളേജ് കാഷ്വാലിറ്റിയിലുമായി എൻ്റെ ജീവിതം ഞാൻ ചിലവഴിച്ചു. IV എടുത്തു. എൻ്റെ ഹസ്ബൻഡ് എന്നെ മദ്രാസിൽ കൊണ്ടുപോയി ഡോക്ടർ PM റെക്സിൻ്റെ അടുത്ത്. എന്നാലും എനിക്കൊരു വിടുതലുണ്ടായില്ല. എല്ലാ ഡോക്ടർമാരും, പുലേനാർക്കോട്ട ഡോക്ടർ രവീന്ദ്രൻ, ഡോക്ടർ സുന്ദരം, എല്ലാവരും അലർജി ക്ലിനിക്ക് ഞാൻ അറ്റൻഡ് ചെയ്തു. 26 ടെസ്റ്റ് ചെയ്തു. എന്നിട്ടും എൻ്റെ രോഗത്തിന് മരുന്നുകൾ, കോർട്ടിസോൺ ഇഷ്ടം പോലെ കഴിച്ചു. അതുകൊണ്ടുള്ള ആഘാതങ്ങളും എനിക്കിപ്പോൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ വിഷമിച്ചിരുന്ന് എൻ്റെ 1 വയസ്സായ കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഞാൻ ആത്മഹത്യ ചെയ്യാനായിട്ട് ശംഖുമുഖം കടൽ നോക്കിപ്പോയവളാണ്. കർത്താവേ, അവിടെ വെച്ച് എന്നെ എൻ്റെ ദൈവം, എൻ്റെ യേശു എന്നെ തൊട്ട് വിടുവിച്ചു. എൻ്റെ ദൈവം എന്നോട് ക്ഷമിച്ചതല്ല, മാപ്പ് തരണേ കർത്താവേ. നിൻ്റെ സൃഷ്ടികളെ വണങ്ങിയതിനും വിഗ്രഹങ്ങളെ വന്ദിച്ചതിനും ഞാൻ എൻ്റെ ദൈവത്തോട് മാപ്പ് ചോദിക്കുന്നു. അവിടുന്ന് ആത്മഹത്യയിൽ നിന്നും വിടുതൽ തന്ന നല്ലവനായ ദൈവം, എൻ്റെ യേശുവിൻ്റെ രൂപത്തിൽ എൻ്റെ വീടിനടുത്തുള്ള ഒരാൾ വന്നു എന്നെ, എൻ്റെ കുഞ്ഞിനെയും തിരിച്ച് വീട്ടിൽ കൊണ്ടാക്കി. അവൾ ഇന്നൊരു ഡോക്ടറാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിൽ ഭാരപ്പെട്ടുകൊണ്ട് അസുഖത്തിൽ വീണ്ടും ഇരുന്നപ്പോൾ എൻ്റെ മരുമകനായ ഡോക്ടർ കിങ്സ്ലി പറഞ്ഞു, മുല്ലക്കര സാറെന്ന് പറഞ്ഞ ഒരു സാറ് രോഗവിടുതലുണ്ട്, VJT ഹാളിൽ ഞാൻ മമ്മിയെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. ഞാനും എൻ്റെ മകളും ആയിട്ട് 3 ദിവസം അദ്ദേഹത്തിൻ്റെ ആരാധനയിൽ മുഴുകി. എൻ്റെ യേശുവേ, എൻ്റെ മുല്ലക്കര സാറിന് ദീർഘായുസ് കൊടുത്ത് അദ്ദേഹത്തിൻ്റെ ഈ ഉദ്യമങ്ങളിൽ രോഗശാന്തി വരം കൊടുത്തതിനായി കോടി കോടി നന്ദിയപ്പ. അനേകരെ അദ്ദേഹം വിടുതൽ കൊടുക്കട്ടപ്പ. അങ്ങയുടെ കാരുണ്യമത് ദൈവമേ. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയിൽ എൻ്റെ രോഗത്തിന് നിത്യശാന്തി, വിടുതൽ യേശുവിൻ്റെ നാമത്തിൽ കിട്ടി. എനിക്ക് എത്ര പറഞ്ഞാലും തീരാത്ത ഒരു സാക്ഷിയാകുന്നു ഞാൻ ദുഃഖിച്ചപ്പോഴും എൻ്റെ കഷ്ടതയിലായിരുന്നപ്പോഴും എൻ്റെ യേശു, എൻ്റെ അരുമനാഥൻ ഒരു മകളെപ്പോലെ എന്നെ സ്നേഹിച്ചു. എൻ്റെ അടുത്ത് കിടപ്പിലും ഊണിലും ഉറക്കത്തിലും എൻ്റെ യേശു മാത്രമായിരുന്നു എനിക്ക് അഭയം. ബന്ധുക്കളെല്ലാം കൈവിട്ട സമയം എൻ്റെ യേശു മാത്രമാണ് എനിക്ക് അഭയമായിരുന്നത്. എൻ്റെ ഈ വിലയേറിയ സാക്ഷ്യം നിങ്ങൾക്ക് ഓരോരുത്തരും, ഈ TV വാച്ച് ചെയ്യുന്ന ഓരോ സഹോദരിമാർക്കും ഒരു മാതൃകയായി തീരട്ടെ. വരൂ, യേശുവിനെ ആരാധിക്കൂ, ശരണപ്പെടൂ. നാളുകളേറെയില്ല, യേശുവിൻ്റെ വരവടുത്തുകൊണ്ടിരിക്കുന്നു. പിതാവേ, എൻ്റെ മക്കളെ, നിങ്ങൾ ഓരോരുത്തരും യേശുവിൽ അഭയം പ്രാപിക്കൂ. വിഗ്രഹാരാധന മുഴുവനും തുടച്ചു മാറ്റൂ. എൻ്റെ എളിയ അഭ്യർത്ഥനയാണ്. എന്നെപ്പോലെ നിങ്ങൾക്ക് ഓരോ കാര്യത്തിലും വിടുതൽ കിട്ടി. എൻ്റെ ഈ സാക്ഷ്യം ഞാൻ ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുന്നില്ല. ദൈവം എനിക്ക് ഇനിയും ധാരാളം അവസരങ്ങൾ തരണമേ യേശുവേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിങ്ങളുടെ മുമ്പേ എൻ്റെ ഈ ചെറിയ സാക്ഷ്യം ഞാൻ സമർപ്പിക്കുന്നു. മുല്ലക്കര സാറിന് കോടി 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 നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. എൻ്റെ ഫോൺ നമ്പർ 9746755138.